ഭഗവാൻ തുടരുകയാണ്. ഇവിടെ ഒരു പ്രോസസ്സ് ഡീറ്റെയിൽഡായിട്ട് വിശദീകരിക്കുകയാണ്. അതിൻ്റെ കൾമിനേഷൻ എന്തായിരിക്കുമെന്നും അതെങ്ങനെയായിരിക്കുമെന്നും വിസ്തരിച്ച് പറയുകയാണ്. സംശയത്തിനിട നൽകാത്ത രീതിയിലാണ് ഈ വിസ്താരം. ഇതൊക്കെ ശരിയാണോ എന്ന് നമ്മൾ സ്വജീവിതത്തിൽ അഭ്യസിച്ച് അനുഭവിച്ച് അറിയേണ്ടതാണ്. ഭഗവാൻ തുടരുകയാണ്. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച യോഗിയുടെ മനസ്സ് പരമാത്മാവുമായി വിലയം പ്രാപിച്ചതിനാൽ പിന്നീട് ഒരിക്കലും ആ ജീവന് സംസാര ദുഃഖം അനുഭവിക്കേണ്ടതായി വരികയില്ല. അവൻ്റെ അവസാനത്തെ ജന്മമായിരിക്കും അത്. സുഷുപ്തിയിലും മനസ്സിൻ്റെ ലയം സംഭവിക്കുന്നുണ്ട്. എന്നാൽ അത് വസ്തുനിഷ്ഠമല്ലാത്തതിനാൽ ഉണരുന്നതോടെ ലൗകികങ്ങളായ സുഖദുഃഖാനുഭവങ്ങൾ വീണ്ടും ഉണ്ടാകുന്നു. നിർവികൽപ്പ സമാധിയിലുണ്ടാകുന്ന ലയം ആ വിധത്തിലുള്ളതല്ല. ആത്മജ്ഞാനലബ്ധി മൂലമുണ്ടായ പരമാനന്ദമാകുന്നു അതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് സമാധിയിൽ നിന്നുണർന്നു കഴിഞ്ഞാലും വിഷയാസക്തിയിൽ നിന്ന് മുക്തനായിരിക്കും. വാസ്തവത്തിൽ കർത്താവായിരുന്നവൻ പ്രകൃതി സംബന്ധിയായ അഹങ്കാരമാണെന്നും താനല്ലെന്നും പരമാത്മാവു തന്നെയായ തനിക്ക് സുഖദുഃഖാനുഭവങ്ങളില്ലെന്നുമുള്ള ആത്മതത്വത്തെ സാക്ഷാത്കരിച്ച ജീവൻ സ്വരൂപാനന്ദത്തിൽ മുഴുകുന്നു. ഈ യോഗിക്ക് ഇത് അവസാന ജന്മമാകുന്നു. ആത്മസാക്ഷാത്കാര ലബ്ധിക്ക് ശേഷം ദേഹാവസാനം വരെ ജീവാത്മാവ് ആ ശരീരത്തിൽ വസിക്കുന്നുണ്ടെങ്കിലും ശരീര സംബന്ധിയായ വിഷയങ്ങളോ ദുഃഖ ഭാവങ്ങളോ ഒന്നും തന്നെ യോഗി അറിയുന്നതേയില്ല. ശരീരമെന്ന ഒരു വസ്തു ഉള്ളതായി പോലും യോഗിക്ക് അനുഭവവേദ്യമല്ല. കാരണം അവൻ ആത്മസ്വരൂപനായി ഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. മദ്യപാനത്താൽ മതോന്മത്തനായി നടക്കുന്ന ഒരാൾ തൻ്റെ ഉടുതുണി അഴിഞ്ഞ് വഴിയിൽ വീണുപോയോ അതോ തൻ്റെ ഉടലിൽ തന്നെ ഉണ്ടോ എന്നറിയാത്തതുപോലെ ആത്മാരാമനായി ഭവിച്ച യോഗി സ്വശരീരത്തെക്കുറിച്ച് തീർത്തും അജ്ഞനായി ഭവിക്കുന്നു. ഈ പരമാനന്ദാനുഭൂതി ഉണ്ടായാൽ എന്തൊക്കെയായിരിക്കും ആ ആളുടെ അനുഭവം എന്ന് വിശദീകരിച്ച് പറയുകയാണ്. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച യോഗിയുടെ മനസ്സ് പരമാത്മാവുമായി വിലയം പ്രാപിച്ചതിനാൽ പിന്നീട് ഒരിക്കലും ആ ജീവന് സംസാര ദുഃഖം അനുഭവിക്കേണ്ടതായി വരികയില്ല. അത് നേരത്തെ നമ്മൾ വിശദമായി കേട്ടു. ഈ മനസ്സ് ലയിച്ചതോടുകൂടി സത്യത്തിൽ പരമാത്മാവ് എന്നുള്ള പദം തന്നെ പിന്നെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പരമാത്മാവും ജീവാത്മാവും മനസ്സും ബുദ്ധിയും ആത്മാവും ഒക്കെ കൂടി രൂപീകരിക്കുന്ന പദമാണ്. അങ്ങനെയില്ല, സർവാത്മാവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മനസ്സ് ലയിച്ച് ചേർന്ന് കഴിഞ്ഞപ്പം പിന്നീട് മനസ്സ് ലയിച്ച് കഴിഞ്ഞാൽ പിന്നീട് സംസാര ദുഃഖം ഉണ്ടാവില്ല, പിന്നെ അതൃപ്തി ഉണ്ടാവില്ല, പിന്നെ ഭാവി ചിന്തകളെ കുറിച്ചിട്ടുള്ള ഉത്കണ്ഠ ഉണ്ടാവില്ല, ഭൂതകാലങ്ങളിലേക്ക് ഊഴിയിട്ട് ഇറങ്ങലുണ്ടാവുകയില്ല. കാരണം മനസ്സ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. മനസ്സ് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പോൾ ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിൽ മുഴുകിയിരിക്കും. അപ്പോൾ ആ ജീവന് സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വരികയില്ല. അവൻ്റെ അവസാനത്തെ ജന്മമായിരിക്കും അത്, അവരുടെ അവസാന ജന്മമായിരിക്കും അത്. സുഷുപ്തിയിലും അപ്പം ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. കാരണം മനസ്സ് ലയിച്ച് പോയ അവസ്ഥയിൽ പറയണത്. സുഷുപ്തിയിൽ മനസ്സ് ലയിക്കുന്നുണ്ട്. ആ സമയത്തും ചിന്തകളൊന്നുമില്ല. ഡീപ്പ് സ്ലീപ്പിൻ്റെ സമയത്തും ചിന്തകളൊന്നുമില്ല, സ്വപ്നമില്ല, ഒന്നുമില്ല, അഹങ്കാരവുമില്ല, ഞാനെന്ന ബോധവുമില്ല. അപ്പം പക്ഷേ സുഷുപ്തിയിൽ നിന്ന് നമ്മൾ ഉണരുമ്പം എല്ലാം പഴയ പോലെ ഉണ്ടല്ലോ. അതുപോലെയാണോ സമാധിയിൽ നിന്ന് ഉണർന്നാലും? ആ സംശയം ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. മനോലയം സുഷുപ്തിയിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ സുഷുപ്തി കഴിഞ്ഞ് ഉണർന്നു കഴിഞ്ഞാൽ എല്ലാം പഴയ പോലെയാണ്. അതുപോലെയാണോ? അതാണ് വിശദീകരിക്കുന്നത്. സുഷുപ്തിയിലും മനസ്സിൻ്റെ ലയം സംഭവിക്കുന്നുണ്ട്. എന്നാൽ അത് വസ്തുനിഷ്ഠമല്ലാത്തതിനാൽ ഉണരുന്നതോടെ ലൗകികങ്ങളായ സുഖദുഃഖാനുഭവങ്ങൾ വീണ്ടും ഉണ്ടാകുന്നു. അത് വസ്തുനിഷ്ഠമല്ല, പരമമായ വസ്തുവിൽ അല്ല ലയിച്ചു ചേരുന്നത്. അത് അതിൻ്റെ സ്വാഭാവികമായ പ്രകൃതിയിലേക്കാണ് ലയിച്ചു ചേരുന്നത്. നമ്മൾ ഉറങ്ങിച്ചേരുമ്പം ആ പ്രകൃതി അവസ്ഥയിലാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരമൊക്കെ ലയിച്ചു ചേരുന്നത്. പ്രകൃതി അജ്ഞാനജന്യമാണ്. അൺഅവയർനെസ്സിൽ നിന്നുണ്ടാകുന്നതാണ് ഈ പ്രകൃതി, മാറ്റർ, പരമമായ മാറ്റർ.
അതിലാണ് ലയിച്ചു ചേരുന്നത്. ആ പ്രകൃതിക്ക് അടിസ്ഥാനമായി നിൽക്കുന്ന ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ അവിടെ തന്നെയുണ്ട്. അപ്പോൾ പരമമായ വസ്തുവിൽ, പരമമായ ഭഗവാനിലല്ല മനസ്സ് ലയിച്ചു ചേരുന്നത്. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ നിന്ന് ഉണർന്നു കഴിയുമ്പം എല്ലാം പഴയ പോലെ ഉണ്ടാകുന്നത്. ഭഗവാനിൽ മനസ്സ് ലയിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അത് സുഷുപ്തി പോലെയല്ല, പ്രകൃതിയിലല്ല ലയിക്കുന്നത്. ആ ലയം എന്ന് പറയുന്നത് ഭഗവാനിലാണ്. ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപിയാണ്, അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ് ആണ്, പ്രൈമോഡിയൽ കോൺഷ്യസ്നെസ് ആണ്, പ്രിസ്റ്റീൻ അവയർനെസ് ആണ് ഭഗവാൻ. ആ ഭഗവാനിലാണ് ഇത് ലയിച്ച് ചേരുന്നത്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഉറക്കം സുഷുപ്തിയിലും മനസ്സിൻ്റെ ലയം സംഭവിക്കുന്നുണ്ട്. എന്നാൽ അത് വസ്തുനിഷ്ഠമല്ലാത്തതിനാൽ ഉണരുന്നതോടെ ലൗകികങ്ങളായ സുഖദുഃഖാനുഭവങ്ങൾ വീണ്ടും ഉണ്ടാകുന്നു. നിർവികൽപ്പ സമാധിയിൽ ഉണ്ടാകുന്ന ലയം ആ വിധത്തിലുള്ളതല്ല. അപ്പം നമ്മൾ നേരത്തെ ചെയ്തത് സവികൽപ്പമല്ലേ? അതിനകത്ത് ചിന്തകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഭഗവാന്റെ രൂപത്തെയൊക്കെ ധ്യാനിച്ചു. പക്ഷേ ആ മന്ദഹാസത്തിലേക്ക് എത്തിയപ്പോൾ മന്ദഹാസം എന്ന് പറയുന്നത് നിർവികൽപ്പമാണ്, അത് അമൂർത്തമായതാണ്. അതാണ് ധ്യാനിക്കാൻ ഏറ്റവും യോഗ്യമായത് എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ശരിക്കും സവികൽപ്പത്തിലൂടെ നിർവികൽപ്പത്തിലേക്ക്, സ്വരൂപത്തിലൂടെ അരൂപത്തിലേക്ക്, സമൂർത്തതയിലൂടെ അമൂർത്തതയിലേക്ക് എത്തിക്കുന്ന ഒരു ധ്യാനവും കൂടിയാണത്. നിർവികൽപ്പ സമാധിയിൽ ഉണ്ടാകുന്ന ലയം ആ വിധത്തിലുള്ളതല്ല. ആത്മജ്ഞാന ലബ്ധി മൂലമുണ്ടായ പരമാനന്ദമാകുന്നു അതിൻ്റെ അടിസ്ഥാനം. ആത്മജ്ഞാന ലബ്ധി മൂലമുണ്ടായ പരമാനന്ദമാകുന്നു അതിൻ്റെ അടിസ്ഥാനം. ഈ നിർവികൽപ്പ സമാധി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ആത്മജ്ഞാന ലബ്ധിയിലുണ്ടാകുന്ന പരമാനന്ദമാണ്. ആത്മജ്ഞാന ലബ്ധി പരമാനന്ദമാണ് തരിക. അപ്പോൾ ജ്ഞാനം എന്ന് പറയുന്നത് ആനന്ദമാണ്, വിസ്ഡം എന്ന് പറയുന്നത് ബ്ലിസ്സാണ്. പരമാനന്ദാനുഭൂതി അതുകൊണ്ട് ആ വിധത്തിൽ ആത്മജ്ഞാന ലബ്ധി മൂലമുണ്ടായ പരമാനന്ദമാകുന്നു അതിൻ്റെ അടിസ്ഥാനം. അപ്പം ആത്മജ്ഞാന ലബ്ധി മൂലം എന്താ ഉണ്ടാവുക? പരമാനന്ദം. ജ്ഞാനം ആനന്ദമാണ്. അപ്പോൾ ആനന്ദം ജ്ഞാനമാണ്. അപ്പോൾ ഈ ധ്യാനത്തിലൂടെ ഉണ്ടാകുന്ന ആനന്ദം നമുക്ക് ചില ഇൻസൈറ്റുകൾ തരും, ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ചില അറിവുകൾ തരും. ആ ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള അറിവാണ് ഇതിനടിസ്ഥാനം. അതുകൊണ്ട് സമാധിയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാലും വിഷയാസക്തിയിൽ നിന്ന് മുക്തനായിരിക്കും. സമാധിയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാലും വിഷയാസക്തനായിരിക്കും. ശരീരമൊക്കെ പഴയ പോലെ തന്നെയാണ്. പക്ഷേ ഈ മനസ്സ് ലയിച്ചത് എവിടെയാണ് എന്നുള്ളതിന് വ്യത്യാസമുണ്ട്. സുഷുപ്തിയിൽ മനസ്സ് പ്രകൃതിയിൽ തന്നെയാണ് ലയിക്കുന്നത്. പക്ഷേ ഈ ധ്യാനാഭ്യാസത്തിൽ മനസ്സ് ലയിക്കുന്നത് പരമാനന്ദ വസ്തുവിലാണ്. വാസ്തവത്തിൽ കർത്താവായിരുന്നയാൾ പ്രകൃതി സംബന്ധിയായ അഹങ്കാരമാണെന്നും താനല്ലെന്നും പരമാത്മാവ് തന്നെയായ തനിക്ക് സുഖദുഃഖാനുഭവങ്ങൾ ഇല്ലെന്നുമുള്ള ആത്മതത്വത്തെ സാക്ഷാത്കരിച്ച ജീവൻ സ്വരൂപാനന്ദത്തിൽ മുഴുകുന്നു. കർത്താവായിരുന്നയാൾ പ്രകൃതി സംബന്ധിയായ അഹങ്കാരമാണെന്നും ഈ ഡ്യുവാലിറ്റി, ഭേദതലത്തെ നിരന്തരം സൃഷ്ടിച്ച് നിലനിർത്തിക്കൊണ്ടിരുന്നത് പ്രകൃതിജന്യമായ അഹങ്കാരമാണ്, പ്രകൃതി സംബന്ധിയായ അഹങ്കാരമാണെന്നും താൻ അല്ല എന്നും ബോധമല്ല എന്നും പരമാത്മാവ് തന്നെയായ തനിക്ക് സുഖദുഃഖാനുഭവങ്ങൾ ഇല്ലെന്നുമുള്ള ആത്മതത്വത്തെ സാക്ഷാത്കരിച്ച ജീവൻ സ്വരൂപാനന്ദത്തിൽ മുഴുകുന്നു. അപ്പം ഈ ഡ്യുവാലിറ്റിയെ നിലനിർത്തുന്നത് പ്രകൃതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന അഹങ്കാരവും മനസ്സുമാണ്. ഈ അഹങ്കാരവും മനസ്സും പ്രകൃതിയിൽ ലയിച്ച് ആ പ്രകൃതി മുഴുവനായിട്ടും ഭഗവാനിൽ ലയിച്ചു ചേരുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ അറിവോടുകൂടിയാണ് ഉണരുന്നത്. ഈ സമാധിയിൽ നിന്ന് തിരിച്ചു വരുന്നത് ഒരു തിരിച്ചറിവോട് കൂടിയിട്ടാണ്. ആ തിരിച്ചറിവിൽ ഈ ഡ്യുവാലിറ്റിയുടെ ഭേദതലത്തെ, അതാണ് സംസാരം, ആ ഭേദതലത്തെ നിലനിർത്തുന്നത് പ്രകൃതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന, പ്രകൃതി തത്വത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന അഹങ്കാരവും മനസ്സുമാണ് എന്ന് തിരിച്ചറിവുണ്ടാകുന്നു. അത് താനല്ല എന്നും മനസ്സിലാകുന്നു. അപ്പം ജീവൻ സ്വരൂപാനന്ദത്തിൽ മുഴുകുന്നു. അത് അതിൻ്റെ യഥാർത്ഥമായ രൂപത്തിൽ നിലകൊള്ളുന്നു. അത് ആനന്ദമാണ്, അതിൽ മുഴുകുന്നു.
ഈ യോഗിക്ക് ഇത് അവസാന ജന്മമാകുന്നു. ആത്മസാക്ഷാത്കാര ലബ്ധിക്ക് ശേഷം ആത്മസാക്ഷാത്കാര ലബ്ധിക്ക് ശേഷം ശരീരത്തിന് എന്ത് സംഭവിക്കും എന്നാണ് പറയാൻ പോണത്. ആത്മസാക്ഷാത്കാര ലബ്ധിക്ക് ശേഷം ദേഹാവസാനം വരെ ജീവാത്മാവ് ആ ശരീരത്തിൽ വസിക്കുന്നുണ്ടെങ്കിലും ആ ശരീരം നിലനിൽക്കും. ആ ശരീരം നിലനിൽക്കും, അതിൽ വസിക്കുന്നുണ്ടെങ്കിലും ആ ജീവാത്മാവ്, ആ ബോധം ആ ആത്മാവിൽ ഉണ്ട് എങ്കിലും ശരീര സംബന്ധിയായ വിഷയങ്ങളോ സുഖദുഃഖ ഭാവങ്ങളോ ഒന്നും തന്നെ യോഗി അറിയുന്നതേയില്ല. ഭേദതലത്തിൽ അല്ല ജീവിതം, അവധൂതാവസ്ഥയിലാണ് ജീവിതം. ആ അവധൂതാവസ്ഥയിലുള്ള ജീവിതം ഭേദതലത്തെ അറിയുന്നേയില്ല. ഇപ്പം ശരീരം എന്ന ഒരു വസ്തു ഉള്ളതായി പോലും യോഗിക്ക് അനുഭവവേദ്യമല്ല. എൻ്റെ ശരീരമാണ് ഇത് എന്ന ഒരു തോന്നലുണ്ടാവില്ല. ആ സമാധി അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, ആത്മസാക്ഷാത്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ സർവാത്മാവാണ് താൻ എന്ന ബോധമാണ് ഉണ്ടാവുക. അപ്പം എന്ത് സംഭവിക്കും? എല്ലാ ശരീരങ്ങളും എൻ്റെ ശരീരമാണെന്നാണ് തോന്നുന്നത്. ഈ ഒരു ശരീരം മറ്റ് എല്ലാ ശരീരങ്ങളും പോലെ തന്നെയുള്ള എൻ്റെ ശരീരം മാത്രമാണ്. ഇതിനോടൊരു സ്പെഷ്യൽ അഫിനിറ്റി ഇല്ല. അതുണ്ടാക്കുന്നത് അഹങ്കാരവും മനസ്സുമാണ്. ശരീരം എന്ന ഒരു വസ്തു ഉള്ളതായി പോലും യോഗിക്ക് അനുഭവവേദ്യമല്ല. കാരണം അവർ ആത്മസ്വരൂപരായി ഭവിച്ചു. ശരിക്കുമുള്ള യഥാർത്ഥ ബോധ സ്വരൂപരായി ഭവിച്ചു. അത് ഇപ്പോഴും ഉണ്ട് നമ്മളിൽ. അത് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പരിമിത ബോധം ഉണർത്തി നിലനിർത്തുന്ന അഹങ്കാര ബുദ്ധി മനസ്സുകളുടെ പ്രവർത്തനങ്ങൾ കാരണം അത് മറഞ്ഞ് ഇരിക്കുകയാണ്. അവൻ ആത്മസ്വരൂപനായി ഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ ആത്മസ്വരൂപരായി ഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. മദ്യപാനത്താൽ മതോന്മത്തരായി നടക്കുന്ന ഒരാൾ തൻ്റെ ഉടുതുണി അഴിഞ്ഞ് വഴിയിൽ വീണുപോയോ അതോ തൻ്റെ ഉടലിൽ തന്നെ ഉണ്ടോ എന്നറിയാത്തതുപോലെ മദ്യപിച്ച് നടക്കുന്ന ഒരാൾക്ക് ശരീരബോധം ഉണ്ടാവില്ല. അപ്പോൾ ആ ശരീരബോധമില്ലാത്ത ആൾക്ക് തൻ്റെ ശരീരത്തിലെ വസ്ത്രം അഴിഞ്ഞു പോയോ അതോ വസ്ത്രം അങ്ങനെ നിലനിൽക്കുന്നോ എന്ന ബോധവും ഉണ്ടാവില്ല. അതുപോലെ അതുപോലെ ആത്മാരാമനായി ഭവിച്ച യോഗി, ആത്മാരാമനായി ആ ആനന്ദാനുഭൂതി, പരമാനന്ദാനുഭൂതി സദാ നുകർന്നുകൊണ്ടിരിക്കുന്ന യോഗി സ്വശരീരത്തെക്കുറിച്ച് തീർത്തും അജ്ഞരായി ഭവിക്കുന്നു. ഒന്നും അറിയേല എന്ന് പറഞ്ഞാൽ വേറിട്ടറിയുകയില്ല എന്നർത്ഥം. ഇതെല്ലാം തൻ്റെ ശരീരം തന്നെയാണ്. അപ്പോൾ ഈ ശരീരത്തിനോടൊരു പ്രത്യേകതയൊന്നും ഉണ്ടാവില്ല. എല്ലാ ശരീരവും തൻ്റെ ശരീരം തന്നെയാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകും. ശരീരമാകട്ടെ പ്രാരബ്ധ കർമാവസാനം വരെ പ്രാണനോടൊപ്പം നിലനിൽക്കും. പ്രാരബ്ധം തീരുന്നത് വരെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള കർമ്മം, അതാണ് പ്രാരബ്ധം. സഞ്ചിതമായിട്ടുള്ള കർമ്മം, പ്രാരബ്ധമായിട്ടുള്ള കർമ്മം, ആഗമിക കർമ്മം. അങ്ങനെ കർമ്മത്തിന് 3 പിരിവുകളുണ്ട്. സഞ്ചിതമായ കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന കർമ്മം. ആ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന കർമ്മത്തിൽ നിന്ന് കുറച്ചാണ് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കാൻ എടുക്കുന്നത്, ആക്ടിവേറ്റഡ് കർമ്മം. ഈ ആക്ടിവേറ്റഡ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ കുറച്ച് കർമ്മം ആർജിക്കും, അത് ആഗമിക കർമ്മം. അതിൽ ആക്ടിവേറ്റഡ് കർമ്മം, ശരീരമാകട്ടെ പ്രാരബ്ധ കർമാവസാനം വരെ പ്രാണനോടെ നിലനിൽക്കും. ദേഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെയും നടന്നുകൊണ്ടേയിരിക്കും. എന്നുവെച്ചാൽ അതുകൊണ്ട് ശരീരത്തെ അറിയുന്നില്ല എന്നുള്ളത് കൊണ്ട് ശരീരത്തെ കെയർ ചെയ്യുന്നില്ല എന്നോ ശരീരം മോശമായിട്ട് ശരീരത്തിനോട് പെരുമാറുന്നു എന്നോ അർത്ഥമില്ല. ശരീരത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. അതിന് വിശക്കും, അതിന് ആഹാരം കഴിക്കും, അതിന് ദാഹിക്കും, അതിന് വെള്ളം കുടിക്കും. എന്നാൽ സമാധി നില കൈവന്നയാൾ വന്ന യോഗി ആത്മസ്വരൂപരാകയാൽ അവർ ദേഹാഭിമാനമോ മമതാബന്ധങ്ങളോ, അവർക്ക് ദേഹാഭിമാനമോ മമതാബന്ധങ്ങളോ ഉണ്ടാകുന്നതല്ല. സമാധി നില കൈവന്ന യോഗി, സമാധി എന്നുള്ള വാക്കിന് സമമായ ബുദ്ധി എന്നും അർത്ഥമുണ്ട്. എല്ലാവരെയും ഒരേപോലെ കാണുക. സർവാത്മാവായി കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെയാണ് കാണുക. എല്ലാ ശരീരങ്ങളും തൻ്റെ തന്നെ ശരീരങ്ങളാണ്. അപ്പോൾ എല്ലാ ശരീരങ്ങളോടും ഒരേപോലെയാണ്. അപ്പം സമാധി നില കൈവന്ന യോഗി ആത്മസ്വരൂപരാകയാൽ അവർ ദേഹാഭിമാനമോ മമതാബന്ധങ്ങളോ ഉണ്ടാകുന്നതല്ല. അവർക്ക് സങ്കുചിത ബോധം പിന്നെ ഉണ്ടാവുകയില്ല.
സങ്കുചിത ബോധം, ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നതാണ് മമത, അതുണ്ടാവുകയില്ല. ഇതെൻ്റെ ശരീരമാണ്, ഇതിനെ പ്രത്യേകിച്ച് പരിപാലിക്കണം, അങ്ങനെ ഉണ്ടാവില്ല. ഇത് പരിപാലിക്കപ്പെടേണ്ടതാണ്, അത് പരിപാലിച്ചോളൂ. സ്വപ്നത്തിൽ ദർശിച്ച കാര്യങ്ങൾ വാസ്തവമായിരുന്നുവെന്ന് ഉറക്കമുണരുമ്പോൾ തോന്നാറില്ലല്ലോ. സ്വപ്നം കാണുന്ന സമയത്ത് സ്വപ്നത്തിൽ സംഭവിക്കുന്നത് സത്യം തന്നെയാണ്. ആ സമയത്ത് ദുഃഖമുണ്ടാകും, സന്തോഷമുണ്ടാകും, ദേഷ്യമുണ്ടാകും. ഉണർന്നു കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ ചെറിയ ഒരംശം നമ്മളിൽ തങ്ങി നിൽക്കുകയും ചെയ്യും. ദുസ്വപ്നമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അംശം ഉണർവിൽ നമ്മളിലൂടെ ഉണ്ടാകും. നല്ല സ്വപ്നങ്ങളാണ് കാണുന്നെങ്കിൽ അതിൻ്റെ ഒരു സുഖം ഉണർന്നാലും ഉണ്ടാകും. പക്ഷേ ഉണർന്നു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ കണ്ടത് വാസ്തവമല്ല എന്ന തിരിച്ചറിവുണ്ടാകും. അതേപോലെയാണ് ഈ സമാധി അവസ്ഥ എത്തിയ ഒരാൾ. അയാൾ ഫുള്ളി അവേക്കൻഡ് ആണ്, ബുദ്ധൻ ആണ്. അതാണ് ബുദ്ധാവസ്ഥ. അവേക്കൻഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടാവും. അപ്പം ഈ ജാഗ്രത അവസ്ഥയിൽ കാണുന്നതൊന്നും വസ്തുതാപരമല്ല എന്ന് ബോധ്യം ഉണ്ടാകും. ഇതൊന്നും ഇല്ല എന്നല്ല, അനുഭവിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം പരമമായതിൻ്റെ തന്നെ ആവിഷ്കാരങ്ങളാണ് എന്ന തിരിച്ചറിവുണ്ടാകും സമാധി അഭ്യാസത്തിൽ സിദ്ധി വന്നാൽ. അതിൻ്റെ ലക്ഷ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അനുഭവങ്ങളെല്ലാം ഉണ്ടാകും. ലോകത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇവൻ എൻ്റെ പുത്രൻ, ഇത് എൻ്റെ സ്വത്ത് എന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ആ അഹംഭാവം സത്യമല്ല എന്നും അവൻ പുത്രശരീരത്തിൽ നിന്നും വസ്തുവകകളിൽ നിന്നും ഭിന്നനാണെന്നുമുള്ള വസ്തുത എപ്രകാരം സർവസമ്മതമാണോ അപ്രകാരം തന്നെ ശരീരം, ഇന്ദ്രിയങ്ങൾ, അഹങ്കാരം എന്നിവയെ ഞാൻ എന്നും എൻ്റേതെന്നും ആത്മാവ് അഭിമാനിച്ചു കൊണ്ടിരിക്കുന്നത് സത്യമല്ല. അവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവനാണ് ആത്മാവെന്ന പരമാർത്ഥം ആത്മജ്ഞാന ലബ്ധിയോടെ അനുഭവവേദ്യമാകുന്നു. നമ്മൾ എൻ്റേതെന്ന് അഭിമാനിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് കരുതുന്നവരാണ്. അതുകൊണ്ടാണ് എൻ്റേതെന്ന് നമ്മൾ അഭിമാനിക്കുന്നതിന് വല്ല പ്രശ്നവും നേരിട്ടാൽ അത് എനിക്ക് വരുന്ന ഒരു പ്രശ്നമായിട്ട് നമ്മൾ കരുതുന്നത്. അതാണിവിടെ പറയുന്നത്. ലോകത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇവൻ എൻ്റെ പുത്രൻ, ഇത് എൻ്റെ സ്വത്ത് എന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഞാനെന്ന ഭാവവും ഉണ്ടാകും. എൻ്റെ പുത്രൻ എന്ന് പറയുന്നത് ഞാനാണ്, എൻ്റെ സ്വത്തുക്കൾ എന്ന് പറയുന്നത് ഞാനാണ്, എൻ്റേതെന്ന് പറയുന്നത് ഞാനാണ്. ആ അഹംഭാവം സത്യമല്ല, അത് ഞാനല്ല വാസ്തവത്തിൽ. ആ അഹംഭാവം സത്യമല്ല എന്നും ആ മനുഷ്യൻ പുത്രശരീരത്തിൽ നിന്നും വസ്തുവകകളിൽ നിന്നും ഭിന്നനാണെന്നുമുള്ള വസ്തുത എപ്രകാരം സർവസമ്മതമാണോ അത് സർവസമ്മതമാണ്. ആ വസ്തുക്കളും ആ പുത്രീപുത്രന്മാരും ആ വ്യക്തിയല്ല, ഇത് ഞാനാണ്, ഞാനാണ് എൻ്റെ പുത്രൻ പുത്രി, ഞാനാണ് ഈ സ്വത്തുക്കൾ എന്ന് കരുതുന്നത് ഏതുപോലെ ശരിയല്ലയോ. സ്വത്തുക്കളിൽ നിന്നും പുത്രീപുത്രന്മാരിൽ നിന്നും വ്യത്യസ്തരാണ് അതിൽ ഞാൻ എന്ന ഭാവം വെച്ച് പുലർത്തുന്നവർ. അത് വേറെയാണ്. അവർ പുത്രശരീരത്തിൽ നിന്നും വസ്തുവകകളിൽ നിന്നും ഭിന്നരാണെന്നുമുള്ള വസ്തുത എപ്രകാരം സർവസമ്മതമാണോ അപ്രകാരം തന്നെ അതുപോലെ തന്നെ ശരീരം, ഇന്ദ്രിയങ്ങൾ, അഹങ്കാരം എന്നിവയെ ഞാൻ എന്നും എൻ്റേതെന്നും ആത്മാവ് അഭിമാനിച്ചു കൊണ്ടിരിക്കുന്നത് സത്യമല്ല. ഈ ശരീരം എൻ്റേതാണ്, ഈ ഇന്ദ്രിയങ്ങൾ എൻ്റേതാണ്, ഈ അഹങ്കാരം എൻ്റേതാണ്, ഞാനാണ് ഇതൊക്കെ എന്ന് അഭിമാനിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റേത് എന്ന് പറയുന്ന ബാഹ്യ വസ്തുക്കളിൽ ഞാൻ എന്ന ഭാവം വെച്ച് പുലർത്തുന്നത് പോലെ തന്നെയാണ്. എൻ്റേതെന്ന് ഞാൻ കരുതുന്നത് വാസ്തവത്തിൽ ഞാനല്ല. അതുപോലെയാണ് എൻ്റേതെന്ന് കരുതുന്ന ശരീരം, ഇന്ദ്രിയങ്ങൾ, അഹങ്കാരം എന്നിവ. ഇത് ഞാൻ എൻ്റേതെന്നൊക്കെ ഞാൻ പറയുന്നെങ്കിലും അത് സത്യമല്ല. അവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് ആത്മാവെന്ന പരമാർത്ഥം. ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത, സങ്കുചിതമല്ലാത്ത പരമമായതാണ് എന്ന പരമാർത്ഥം ആത്മജ്ഞാന ലബ്ധിയോടെ അനുഭവവേദ്യമാകുന്നു. ആത്മജ്ഞാന ലബ്ധിയോട് കൂടിയിട്ടാണ് ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക.